ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത്? എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് മിറാക്കിൾസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ്? നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ എന്താണ്? വാട്ട് മിറാക്കിൾസ് ആർ കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ്? നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ എന്താണ്? ഓക്കെ, പേഷ്യൻസ് എന്നുള്ള കാര്യം മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ കറണ്ട് എനർജിയും ഫ്യൂച്ചർ എനർജിയും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു സെപ്പറേഷനിൽ തന്നെയാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളുണ്ട് ഒരുപാട് പേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം നേരിട്ട് കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോലും തടസ്സങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ ആ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ത് അവർക്ക് നഷ്ടപ്പെട്ടാലും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേർന്ന് ഇടങ്ങും. അതായത് അങ്ങനൊരു സ്ട്രോങ് ഡിസിഷൻ അവരെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഒരുപാട് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതായത് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് പോലെ അങ്ങനെ അവർക്ക് ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് മാറിപ്പോകുന്ന ഒന്നല്ല, അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കറണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അത്രത്തോളം നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് സങ്കടമുണ്ട്. അതായത് നിങ്ങൾ അത്രയധികം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനുള്ള വ്യക്തികളായിരുന്നു. പക്ഷെ വളരെ സഡനായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡിസ്റ്റൻസിലോ സെപ്പറേഷനിലോ പോകേണ്ടതായി വന്നു. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം വരെ സംഭവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. സൺ കാർഡ് തന്നെ നമുക്ക് അതിനുള്ള പോസിറ്റിവിറ്റി നൽകുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ്. ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ള എല്ലാ ചാൻസുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വളരെ അടുത്ത് തന്നെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് എത്രയും നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു റിയാലിറ്റി. അതായത് നിങ്ങൾ ഒരു മാജിക് പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അത് നിങ്ങൾ എത്രയോ നാളുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, എത്രയോ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു മാജിക്കാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായി പോകുന്നത്. മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വേൾഡ് തന്നെ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിന് ഒരു ഡാർക്ക്നെസ് ബാധിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സന്തോഷവുമില്ല, നിങ്ങൾ അത്രയും ഡിപ്രഷനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്കും ലൈഫിൻ്റെ ഒരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാനോ നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇനി കരിയറിലാണെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യാനോ ഒന്നിനും കഴിയാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ ദിവസം മുന്നോട്ട് തള്ളി നീക്കുന്നൊരവസ്ഥയായിരുന്നു.
പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയാണ്. അത്രയും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ 4 കാർഡ്സിൽ വ്യക്തമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കുള്ള ഡിവൈൻ ടൈം ഈ ഒരു നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. വാട്ട് മിറാക്കിൾസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ്. നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ്. നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വെരി സൂൺ. ഓക്കെ, ഒരു നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യുന്നതോ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകാൻ തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും അങ്ങനൊരു ചാൻസസ് ആണ് കാണുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നൊരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ആൻഡ് യെസ്, അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് എങ്കിൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് യെസ്, ദേ ആർ ഹോൾഡിങ് യുവർ ലവ്. ഓക്കെ, നിങ്ങളുടെ പ്രണയം അവർ ഹൃദയത്തിൽ അങ്ങനെ കീപ്പ് ചെയ്യാണ്. അവർ ഒട്ടും തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരും, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ആ ഒരു ക്ലാരിറ്റി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനായി ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. നിങ്ങൾക്കായിട്ട് അവരുടെ ഫീലിങ്സ് തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഐ വോണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ടുണ്ടായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ, അവർക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. യു ആർ മൈ സോൾമേറ്റ്, അവർ നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർക്ക് കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. അവർ മറ്റൊന്നിനു വേണ്ടിയും അല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, ഉപാധികളില്ലാത്തൊരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, അത്രയും റൊമാൻറ്റിക് ആയിട്ടൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഇസ് പ്രഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോരോ മൊമെൻറ്റ്സും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുകയാണ്. അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലെല്ലാം തന്നെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. അവർ ചെയ്തു പോയ മിസ്റ്റേക്കുകൾക്കെല്ലാം അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹീൽ ടുഗദർ. ഓക്കെ, ഒന്ന് ചേർന്ന് പരസ്പരം ഹീൽ ആകാം എന്നവർ ചിന്തിക്കുകയാണ്. ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യമായിരുന്നാലും ഇനി മുതൽ എല്ലാ കാര്യത്തിനും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രോമിസാണ് അവർ നൽകുന്നത്. ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് എടുക്കാനില്ല. അത്രത്തോളം അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആണ് ഈ വ്യക്തിയോ നിങ്ങളോ. റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക. മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട്. ആൻഡ് നമ്പർ 10, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ്. യെല്ലോ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 6, ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. റെഡ് കളർ ഫേവറേറ്റ് ആണ്. ലെറ്റർ ബി, ലെറ്റർ എം, 29, ഡിസംബർ മന്ത്, ഒക്ടോബർ മന്ത്, 777 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റർ ജെ, ലെറ്റർ ടി, നമ്പർ 18, letter R, 24, letter O, 26,
ടോറസ് സോഡിയക് സൈനിലുള്ളവരുണ്ട്. ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. സ്കോർപിയോ, സജിറ്റേറിയസ്, അക്വേറിയസ്, ലിയോ, വിർഗോ ആൻഡ് സ്കോർപിയോ. ഓക്കെ, സ്കോർപിയോ. ലെറ്റർ എൽ, ലെറ്റർ ഐ, ലെറ്റർ കെ, ലെറ്റർ എഫ്, ലെറ്റർ എൻ, letter S and A. July month, January month, September, February month. Okay, letter M, May month. സെൻസിറ്റീവ് ആണ്. ഓക്കെ, പെട്ടെന്ന് സങ്കടം വരുന്നൊരു വ്യക്തിയുമായിരിക്കാം. സോഷ്യൽ വർക്കർ ആയിരിക്കാം. 21. യെസ്, പോസിബിൾ. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്തായാലും പോസിബിൾ ആകും എന്നുള്ളതാണ്. ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. പേർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട്. വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട്. ആർട്ടിസ്റ്റ് ആയിരിക്കാം, സിംഗർ ആയിരിക്കാം. മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ടീച്ചർ ആയിരിക്കാം. ആൻഡ് 21, നമ്പർ 44, 52, November month, letter N, letter P, 11, 16. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.